ഈ സമീപകാലത്താണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, നേപ്പാളിൽ, ടിബറ്റിൽ, അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ മുകളിലായിട്ട് ചൈന ഇന്ത്യയും നേപ്പാളിനെയും ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഒരു ഡാം ഉണ്ടാക്കുന്നു. മെഡോക് ഡാം എന്ന് പറയുന്ന ഡാം ഓൾറെഡി ഉണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് 5 ഡാമുകളുടെ ഒരു നിര ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം ദൂരെ അവിടെ യാർലുങ് സാങ്പോ എന്ന് പറയുന്നൊരു നദിയുണ്ട്. ഈ യാർലുങ് സാങ്പോ നദി ഒഴുകി നമ്മുടെ അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ അതിനെ സിയാങ് എന്ന് വിളിക്കും, ആസാമിൽ വരുമ്പോൾ അതിനെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കും. നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ് ഈ യാർലുങ് സാങ്പോ എന്ന് പറയുന്ന നദി. ഈ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡാം സമുച്ചയം, 5 ഡാമുകളുടെ ഒരു നിര, 60,000 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ പാകത്തിന് ചൈന നിർമ്മിക്കുകയാണ്. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. അവിടുത്തെ മണ്ണ് വളരെ ഇളകിയതാണ്. ഹിമാലയ സാനുക്കൾ തന്നെ വളരെ സജീവമായിട്ടുള്ള ഭൂകമ്പ പാളികൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത്തരം നിർമ്മാണങ്ങളൊന്നും അവിടെ പാടില്ല എന്ന് പൊതുവിൽ പറയാറുണ്ട്. അവിടെയാണ് ഈ ഡാം യാർലുങ് സാങ്പോ നദിയിൽ ചൈന നിർമ്മിക്കുന്നത്. അത് ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ജലബോംബാണ്. വേണമെങ്കിൽ നമ്മുടെ ബ്രഹ്മപുത്രയിലെ ജലത്തിൻ്റെ ഒഴുക്ക് തടയാൻ അവരുടെ ഭാഗത്തൂടെ ഒഴുകുന്ന യാർലുങ് സാങ്പോ നദിയിൽ കെട്ടുന്ന ഈ അണക്കെട്ടുകളിലൂടെ സാധിക്കുമെന്ന് പറയുന്നു. അതുമല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നാൽ വലിയ തോതിൽ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുമെന്നും പറയുന്നു. നേപ്പാളും ഇന്ത്യയുടെ ചില ആസാം വരെയുള്ള മേഖലയൊക്കെ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകും എന്ന് പറയുന്നു. അതിലൊക്കെ ഉപരി ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂകമ്പ ബാധിത പ്രദേശമാണ്. അവിടെ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ജലബോംബ് പോലെ ഇത് പൊട്ടിത്തെറിക്കുന്ന അപകട സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളിതിന് ബദലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ പൈറൻ ഫോൾട്ട് എന്ന് പറയുന്ന മണ്ണ് അയഞ്ഞ് ദുർബലമായൊരു മേഖലയാണ്. അതാണ് ഇതിൻ്റെ അപകട സാധ്യത പറയുന്നത്, ജലബോംബാണെന്ന് പറയാനുള്ള കാരണം. പക്ഷേ നമ്മളിതിന് ബദലായി മോദി സർക്കാർ ഒരു പദ്ധതി വിഭാവനം ചെയ്ത് സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് നമ്മൾ പ്രഖ്യാപിച്ചു.